Good afternoon. Yes, Anshu, good afternoon. കാണാനില്ല. ഇനി യാത്രയിലാണോ സാർ? നാളത്തേക്ക് അവിടെ വരാനുള്ളേ. കുറച്ചുപേരൊക്കെ വരുന്നുണ്ടല്ലോ. നാളെ പ്രാക്ടിക്കൽ സെക്ഷൻ അവിടെ അറ്റൻഡ് ചെയ്യാനേ. ഓ, യാത്രയിലായിരിക്കും അല്ലേ? ശുഭ വന്നിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി. പറഞ്ഞോളൂ ശുഭ. സാർ, ഞാനിന്ന് ഞങ്ങളുടെ ഇവിടെ വീടിന്റെ അടുത്ത് ഒരു സ്കൂളിൽ ചെന്ന് ടീച്ചിങ് പ്രാക്ടീസിന് ചോദിച്ചു. അപ്പൊ അവര് ജനുവരി 1 തൊട്ട് വന്നോളാൻ പറഞ്ഞു. പക്ഷെ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ചോളാനും പറഞ്ഞു. 7ാം ക്ലാസ്. പക്ഷേ 7ാം ക്ലാസ്സിലെ കുട്ടികളെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു സാർ. അപ്പത്തേക്ക് എനിക്ക് പേടിച്ചു പോയി. സ്പോക്കൺ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിപ്പിക്കണ്ടേ? പക്ഷെ അവരെനിക്കൊരു ഓഫർ തന്നു, നന്നായിട്ട് പഠിപ്പിക്കുവാണെങ്കിൽ അവിടെ ജോലിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ജോലിക്ക് എടുക്കാന്ന് പറഞ്ഞു. അല്ല, നമുക്ക് ഈ ട്രെയിനിങ്ങിന് പോണോന്ന് പറഞ്ഞല്ലോ. അതിനുവേണ്ടി ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി പോയി ചോദിച്ചതാ. അപ്പൊ ജനുവരിയില് 1 മാസം ട്രെയിനിങ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ പെർഫോമൻസ് നല്ലതാണെങ്കിൽ അവിടെ ജോലിക്ക് എടുക്കാന്ന് പറഞ്ഞു. 7ാം ക്ലാസ് വരെ പഠിപ്പിച്ചോളാനും പറഞ്ഞു. പക്ഷേ 7ാം ക്ലാസ്സുകാർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. സാർ, എനിക്ക് പേടിയായിട്ട് പാടില്ല. സ്പോക്കൺ ഇംഗ്ലീഷ് കേട്ടപ്പോ തന്നെ എന്റെ തല കറങ്ങി. എന്തെങ്കിലും സംശയങ്ങളൊക്കെ അത് റെഡിയാക്കി എടുക്കാം. ആ ടെൻസ് മാത്രം പഠിപ്പിച്ചാൽ മതി, വേറെ ഒന്നും പഠിപ്പിക്കണ്ട. അതൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാല് സ്പോക്കൺ ഇംഗ്ലീഷ് പോലെ തന്നെ വന്നോളും. അപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളാ. വീട്ടിൽ നിന്ന് സ്കൂള് കാണാം, അത്രയും ദൂരമേ ഉള്ളൂ. അപ്പം പിന്നെ ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് അവിടെ ജോലി കിട്ടുവാണെങ്കിൽ നല്ലതല്ലോ. നമുക്ക് പോകാനും വരാനൊക്കെ എളുപ്പമല്ലോ. പിന്നെ നമുക്ക് കിട്ടണ സാലറിന്ന് വണ്ടിക്കൂലി അങ്ങനെയൊന്നും പോവില്ലല്ലോ. നമുക്ക് കിട്ടുന്നത് കയ്യിലിരിക്കുമല്ലോ. അങ്ങനെ എന്റെ സ്വന്തം വീട് കട്ടപ്പനയാ. തൊടുപുഴയാണ് കെട്ടിച്ചേക്കുന്നേ. തൊടുപുഴ ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്താണ് സ്കൂള്. അപ്പൊ പിന്നെ എനിക്കൊരു മോളാ ഉള്ളത്, 3 വയസ്സായി. അപ്പൊ അടുത്ത വർഷം സ്കൂളിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സ്കൂളിൽ തന്നെ വിടാനാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പോവുകയും വരികയും ചെയ്യാലോ. അത് ഈ ശ്രീനാരായണ സ്കൂളാ, SNVHSS. ശ്രീനാരായണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, വണ്ണപ്പുറം. പിന്നെ എന്റെ ഹസ്ബൻഡ് പഠിച്ച സ്കൂളാ അത്. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ ക്ലാസ് ടീച്ചറാണ് ഇപ്പത്തെ അവിടുത്തെ HM. പിന്നെ അവിടുത്തെ ടീച്ചർമാർക്കെല്ലാം പുള്ളിക്കാരനെ അറിയാം. അപ്പൊ ചെന്നപ്പോ തന്നെ എനിക്ക് അങ്ങനെ ഒരു പരിചയം, അങ്ങനെ ഒരു ഇത് കിട്ടി, അറിയുന്ന ആളെന്നുള്ള ഒരു ഇത്. പക്ഷെ ആകെപ്പാടെ ഈ ഗ്രാമർ പഠിപ്പിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോ പോകാൻ പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ഗ്രാമർ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലേ സംസാരിക്കുന്നത്. അതൊരു ബുക്ക് വാങ്ങിക്കാം, ഒന്ന് വായിച്ചു നോക്കുക. സ്പോക്കൺ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കാവുന്ന ഒരു ബുക്ക് മേടിച്ചിട്ട് വായിച്ചു നോക്കുക. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ എന്നെ വിളിക്കുക. ഐ വിൽ സപ്പോർട്ട് യു. ഡോണ്ട് വറി. സാർ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യല്ലേ അഡീഷണൽ ആയിട്ട്? അതുണ്ട്. ഓക്കെ സാറ് എന്താ പഠിപ്പിക്കേണ്ടതെന്നൊന്ന് പറയുമോ? എനിക്കാണ് ഭയങ്കര. ജനുവരി 1 തൊട്ട് ചെല്ലാനാ പറഞ്ഞു. എനിക്ക് ഇപ്പൊ തൊട്ട് സമാധാനം ഇല്ലാതെ. ടെൻസ് പഠിപ്പിച്ചാൽ മതി ശുഭ. ടെൻസ്, അതായത് സിമ്പിൾ പ്രസന്റ് മുതല് ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരെയുള്ള, പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള ടെൻസ്. ആ ടെൻസും അതിന്റെ മീനിങ്ങും പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ കൂടി ആ ടെൻസിൽ അവരോടൊന്ന് സംസാരിപ്പിച്ച് അതിന്റെ ഒരു എക്സസൈസ് പറഞ്ഞ് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ വരുന്നത്.
ഞാൻ ചില കുട്ടികൾക്ക് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ തന്നെ കുറച്ച് കുട്ടികൾക്ക് അവർക്ക് എഴുതുമ്പോ സ്റ്റാർട്ടിങ്ങിൽ അറിയത്തില്ല. പിന്നെ അതേ കണക്ക് നമ്മുടെ ഒരു പ്ലേസിന്റെ പേരോ ആളുടെ പേരോ വെക്കുമ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കണ്ടീഷൻ അവർക്ക് ഉണ്ട്. ഫുൾ സ്റ്റോപ്പ് ഇടാൻ മറക്കും. അപ്പൊ അതിലൊക്കെ അതിന് പിടിച്ചു നോക്കുക, അതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുന്നത്. എനിക്കൊന്ന് പറഞ്ഞു. ആദ്യം തന്നെ വിചാരിക്കുക 7ാം ക്ലാസ്സിലെ പിള്ളേരല്ലേ, പിള്ളേരെ കയ്യിലെടുക്കാതെ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. യെസ്, ഓക്കെ ഓക്കെ, അധികം പഠിപ്പിക്കണം, കുറച്ച് പഠിപ്പിച്ചാൽ മതി. അപ്പൊ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഒരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ എഴുതിപ്പിച്ച് നിർത്തിയിട്ട് രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ പേരൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതുണ്ടല്ലോ സാർ, ഇതിപ്പോ കൃത്യം എനിക്ക് വന്നത് എങ്ങനെയാന്ന്, ഞങ്ങൾ ഇത് ചോദിക്കാൻ ഇന്നാ പോയത്. ഇന്നലെയോ മിനിങ്ങാന്നോ കൊണ്ട് അവിടെ 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ ആ പേരൻസ് തന്നെ സാറിനോട് പറഞ്ഞു എന്ന്, ഞങ്ങളുടെ കുട്ടികൾ ഇംഗ്ലീഷിൽ ഇച്ചിരി മോശമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് വേണമെന്ന് പറഞ്ഞു എന്ന്. അത് പറഞ്ഞിട്ട് കൃത്യം ഞാൻ ചെന്ന് സാറിന്റെ വായിൽ നിന്ന് ചാടിക്കൊടുത്തു. അതെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അധികം പഠിക്കാനായിട്ട് പിന്നോക്കമുള്ള കുട്ടികളായതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ പിന്നെ ടീച്ചർ പറയുന്നതാണ് ശരി. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അത് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കാം. മറ്റേത് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ പ്രൂവൻ നമുക്കൊരു കാര്യം ചെയ്യാം. അതിന് നമുക്ക് വേറൊരു പണിയുണ്ട്. ഇപ്പൊ വേറൊരു ക്ലാസ് എടുക്കുന്ന ടെക്നിക്ക് നിങ്ങൾക്കുള്ളതല്ല, എന്നാലും ഞാനത് നമുക്ക് സമയമുള്ളത് കൊണ്ട് ഞാൻ ഒരു പാരഗ്രാഫ് പറയാം. മലയാളമാണ്, അതൊന്നും എഴുതുക എന്നുള്ളത്. രണ്ടുപേരല്ലേ ഉള്ളൂ. യെസ്, നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുകൊണ്ട് പറയും, അപ്പൊ തന്നെ കോൺഫിഡൻസ് വരും. യെസ്, ഫോൺ ചെയ്താൽ കിട്ടാവുന്ന ദൂരത്തിൽ ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെ പഠിക്കണേ. യെസ്, എഴുതിക്കോ. മലയാളത്തിൽ എഴുതിയാൽ മതി. പ്രിയമുള്ള കൂട്ടുകാര്, പ്രിയമുള്ള കൂട്ടുകാര്, ഞാനൊരു കഥ പറയട്ടെ. ഞാനൊരു കഥ പറയട്ടെ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. ഇതൊരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടാകും. ഈ കഥയ്ക്ക് എന്റെ ജീവിതവുമായി ഒരു ബന്ധമുണ്ട്. ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് എന്റെ കഥ കേൾക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് എന്റെ കഥ കേൾക്കാൻ താല്പര്യമുണ്ട് എന്നാണ്. യെസ്, ഇതൊരു ചെറിയ കുഞ്ഞു പാരഗ്രാഫാണ്. ഇതിന്റെ അടിയിൽ ഇതെന്നെ നേരെ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യും. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതുകൊണ്ട് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഒരു 5 മിനിറ്റ് തരാം. ഇപ്പൊ 41ആയി.
46 ഞാൻ ചോദിക്കാം. ഓക്കെ, രണ്ടുപേരും. ഹായ് ഹസീന. Hi, sir. How are you? Fine. Yes. Okay. Then എങ്ങനെയാണ് ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ അവിടെ നടക്കണേ? ഹസീന, ഇലക്ഷൻ ഒന്നുമില്ലേ? ഉണ്ട് sir. ഹസീനക്ക് സ്ഥാനാർത്ഥിയാവാനില്ലേ? രാഷ്ട്രീയമൊന്നുമില്ല അല്ലേ? ഹസീന, Sir. Sir. ഞാനേ ഒരു മലയാളത്തിൽ പറയൂ. മലയാളത്തില് ഹസീന ഞാനൊരു ചെറിയൊരു പാരഗ്രാഫ് പറയാം മലയാളത്തില്. അത് മലയാളത്തിൽ എഴുതിയെടുത്തിട്ട് അത് നേരെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 ശുഭം അത് തുടങ്ങി. ഞാനത് പറയട്ടെ. Okay, sir. പ്രിയമുള്ള കൂട്ടുകാരെ, സിമ്പിൾ വരവുണ്ട്. പ്രിയമുള്ള കൂട്ടുകാരെ, 5 ശുഭം എഴുതിക്കോട്ടെ. പ്രിയമുള്ള കൂട്ടുകാരെ, ഞാനൊരു കഥ പറയട്ടെ. ഞാനൊരു കഥ പറയട്ടെ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. ഇതൊരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. ഞാൻ പറയാൻ ഒരു മിനിറ്റ്. സാധാരണ മനുഷ്യന്റെ കഥയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാകും. ഈ കഥയ്ക്ക് എന്റെ ജീവിതവുമായി ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഇഷ്ടപ്പെടുന്നത്. ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് എന്റെ കഥ കേൾക്കാൻ താല്പര്യമുണ്ട് എന്നാണ്. ഓക്കെ, എഴുതിക്കോ. 5 കഴിഞ്ഞു. ശുഭ കഴിഞ്ഞോ? ഓക്കെ, അപ്പോ 5 ആദ്യം വായിക്കട്ടെ. ഞാൻ പറയാം. പ്രിയമുള്ള കൂട്ടുകാരെ, ഇതെങ്ങനെ കേൾക്കണത്? ഹസീന ഇതിനൊപ്പം ഞാൻ പോരട്ടെ. ഡിയർ ഫ്രണ്ട്സ്, കറക്റ്റ് ആണ്. സംശയമുള്ളവർ വരുമ്പോൾ ചോദിച്ചേക്കണം. ഞാനൊരു കഥ പറയട്ടെ. Can I tell a story? യെസ്. അപ്പൊ ക്യാൻ എന്നുള്ളതിനേക്കാളും നല്ലത് ഷാലാണ്. Shall. ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിയുമോ എന്ന് വരും.
ഓക്കെ. ഐയുടെ കൂടെ ഷാൽ വെച്ച് പറയുമ്പോ അതാണ് കുറച്ചുകൂടി ഭംഗി. ഷാൽ ഐ ടെൽ എ സ്റ്റോറി, ഞാനൊരു കഥ പറയട്ടെ. ഷാൽ ഐ ടെൽ എ സ്റ്റോറി. ഇപ്പോ ഒരു കുറച്ച് പേരൊക്കെ ഒരുമിച്ചിരിക്കുകയാണ്, അതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് പോകണം. അപ്പൊ നിങ്ങൾ ഷാൽ ഐ ഗോ, ഞാൻ പോയിക്കോട്ടെ. അതല്ലെങ്കിൽ മേ ഐ കം ഇൻ എന്ന് ചോദിക്കുന്ന പകരം വേറെ ആളുകളോട് ചോദിക്കാം, ഷാൽ ഐ കം, ഞാൻ വന്നോട്ടെ. ഷാൽ, അവിടെ ഇരിക്കുന്ന സംഗതി ഞാനത് എടുത്തോട്ടെ, ഷാൽ ഐ ടേക്ക് ഇറ്റ്. കേട്ടോ, ഐ ഷാൽ എന്ന് പറയുന്ന പേര്, ആ ഒരു ഫ്രേസ് അതാണ്. ശുഭ എങ്ങനെയാണെന്ന് എഴുതിയാൽ അറിയില്ല, അതാണ് കറക്റ്റ് കേട്ടോ. ഷാൽ ഐ ടെൽ യു എ സ്റ്റോറി. അടുത്തത് അഞ്ജുന പറയൂ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. യു വിൽ ലൈക്ക് ദ സ്റ്റോറി. വെരി ഗുഡ്, കറക്റ്റ് ആണ്. യു വിൽ ലൈക്ക് ദി സ്റ്റോറി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. യു വിൽ ലൈക്ക് ദി സ്റ്റോറി. അഞ്ജുന പറഞ്ഞോളൂ, ഇത് ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് an ordinary man. Correct, very good. This is, ഇതാകുന്നു, എന്താകുന്നു? സ്റ്റോറി ആകുന്നു. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. എന്തിനെ കുറിച്ചുള്ള സ്റ്റോറി? ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ആൻ ഓർഡിനറി മാൻ. ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാകും. Maybe you were heard the story. Correct. Maybe ആയിരിക്കാം. Maybe you have heard story. അത് നമുക്ക് വേറെ രീതിയിലും പറയാം. ഒരു പക്ഷേ എന്നുള്ളതിന് വേറൊരു വേർഡും കൂടി ഉണ്ട്, നമുക്ക് പറയാം പെർഹാപ്സ്. പെർഹാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പക്ഷേ. അപ്പൊ നമുക്ക് അത് വെച്ചും പറയാം, പെർഹാപ്സ് യു മൈറ്റ് ഹാവ് ഹേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. യു മൈറ്റ് ഹാവ് ഹേർഡ് ദ സ്റ്റോറി. ഒരു പക്ഷെ നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടാകും. യെസ്, ശുഭ വായിക്കും. ഈ കഥയ്ക്ക് എന്റെ ജീവിതവുമായി ഒരു ബന്ധമുണ്ട്. The story has some connection to my life. Yes, correct. The story has a connection with my life. എന്റെ ജീവിതത്തോട് ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കഥ ഞാൻ ഇഷ്ടപ്പെടുന്നത്. So I like this story. Yes, സംഗതി കറക്റ്റാണ്. പക്ഷെ അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്താം. സോ അതുകൊണ്ടാണ് എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഈ കഥ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ സംഗതി ശരിയാണ്. അതുകൊണ്ടാണ് എന്നുള്ളതിന് നമുക്ക് വേറൊരു സംഗതി അവിടെ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് വൈ. ദാറ്റ് ഈസ് വൈ ഐ ലൈക്ക് ദിസ് സ്റ്റോറി. കേട്ടോ, സോ പറയാം, പക്ഷെ കുറച്ചുകൂടി നല്ലത് ദാറ്റ് ഈസ് വൈ. കേട്ടോ, നിങ്ങൾ പറയുന്നത് ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് അതാണ് ദാറ്റ് ഈസ് വൈ. ദാറ്റ് ഈസ് വൈ ഐ ലൈക്ക് ദിസ് സ്റ്റോറി. ഞാൻ കരുതുന്നത് ഈ കഥ കേൾക്കാൻ, എന്റെ കഥ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണ്. പറ. I think you are ready to hear me. പറഞ്ഞു കേട്ടില്ല. I think you are ready to hear me. Yes, I think you are ready to hear me. Yes, അങ്ങനെയും പറയാം, വേറൊരു രീതിയിലും പറയാം. ഞാൻ ചിന്തിക്കുന്നത്, അത് നമുക്കെന്ത് പറയാം? ഐ തിങ്ക്. എന്താ ഞാൻ ചിന്തിക്കുന്നത്? അതാണ് പിന്നെ വേണ്ടത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്. യു ഹാവ് ഇൻട്രസ്റ്റ്. യു ആർ ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എഴുതിയെന്നേ സാർ. യെസ്, ഓക്കെ, ഞാൻ വരാം. അപ്പൊ നോക്കിയേ, ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നത്, യു ഹാവ് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ചിന്തിക്കുന്നു. എന്തിന്? കേൾക്കുവാൻ. ടു ഹിയർ, എന്ത് കേൾക്കുവാൻ? മൈ സ്റ്റോറി. കേട്ടോ, അപ്പൊ നമുക്ക് അത് വേറെ രീതിയിലും പറയാം. ഐ തിങ്ക് യു ഹാവ് ഇൻട്രസ്റ്റ് ടു ഹിയർ
മൈ സ്റ്റോറി. അഞ്ചു എന്താ പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞ? യു ആർ ഇൻട്രസ്റ്റിംഗ് ടു ഹിയർ മൈ സ്റ്റോറി എന്ന് എഴുതി. അതാണ് യു ആർ ഇൻട്രസ്റ്റഡ്, INTERESTED. കാരണം നിങ്ങൾക്ക് താല്പര്യമുണ്ട്. യു ആർ ഇൻട്രസ്റ്റഡ് ടു ഹിയർ സ്റ്റോറി എന്ന് പറഞ്ഞാലും തെറ്റ്. ഓക്കെ, അപ്പൊ ശുഭ കണ്ടു നോക്കിയേ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയൊരു പാരഗ്രാഫാണ് പറഞ്ഞത്. ആ പാരഗ്രാഫിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ എത്ര തെറ്റുകളുണ്ടായിരുന്നു ശുഭ? എന്റെ തെറ്റിയത് ഞാൻ പറയാം സാർ. എവിടേക്ക്? ഈ വില്ലല്ലേ, യു വിൽ ലൈക്ക് ദിസ് എന്നല്ലേ, അത് അവിടെ എന്റെ തെറ്റായിരുന്നു. വില്ലല്ലായിരുന്നു. പിന്നെ പിന്നെ ഞാൻ പറയട്ടോ, പിന്നെ സ്റ്റോറി എന്നല്ലേ, അത് ഞാൻ അവിടെ എനിക്ക് ഷാലല്ലായിരുന്നു, വില്ലായിരുന്നു. അവിടെ തെറ്റി. വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഉപയോഗിക്കുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വില്ല്. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ ഡ്രിങ്ക്, ഞാൻ കുടിക്കും. ഐ വിൽ യൂസ്, ഞാൻ ഉപയോഗിക്കും. ഐ വിൽ ടീച്ച്, ഞാൻ പഠിപ്പിക്കും. കണ്ട, വില്ല് ഭാവിയിൽ നടക്കും. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. അപ്പൊ ഭാവിയിൽ നടക്കുന്ന കാര്യമല്ലേ, അതാണ് അവിടെ വില്ല് വരാനുള്ള കാരണം. യെസ്, ഓക്കെ. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, ഈ പാരഗ്രാഫ് ഒക്കെ നമുക്ക് എഴുതാം അല്ലേ എന്നൊരു കോൺഫിഡൻസ് നമുക്ക് വരും. ഈ ഒരു മെത്തേഡിലൂടെ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള ഇങ്ങനെയുള്ള സെന്റൻസുകൾ അവിടെ പറയിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ എന്ത് ചെയ്യും, അതിനെ കുറിച്ച് പഠിച്ചു വരും. യെസ്. ഇനി വേറൊരു പാരഗ്രാഫ്. യെസ്, എഴുതിക്കോട്ടെ. ഹസീന എഴുതിക്കോ. അപ്പൊ നമുക്ക് 3 പേർക്കുമായിട്ട് പറയാം. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. പുസ്തകം. എൻ്റെ ഒരു സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഏതാണ്ട് 100 പേര് ഫംഗ്ഷനിൽ പങ്കെടുത്തു. എന്നോട് ഒരു പാട്ട് പാടുവാൻ പറഞ്ഞു. ആദ്യം ഞാൻ പാടാൻ റെഡിയായിരുന്നില്ല. അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ പാടി. എല്ലാവരും കൈയടിച്ചു.
എനിക്കും വളരെ സന്തോഷമായി. എനിക്കും വളരെ സന്തോഷമായി. അതുകൊണ്ട് ഞാൻ ഒരു സംഗീത സ്കൂളിൽ ചേരുവാൻ തീരുമാനിച്ചു. ഒരു സംഗീത സ്കൂളിൽ ചേരുവാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും സംഗീത സ്കൂളിനെ കുറിച്ച് അറിയാമോ? നിങ്ങൾക്ക് ഏതെങ്കിലും സംഗീത സ്കൂളിനെ കുറിച്ച് അറിയാമോ? ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങളുടെ ഉത്തരം യെസ്, YES, യെസ് എന്നാണെങ്കിൽ ദയവായി എന്നോട് പറയുക. ദയവായി എന്നോട് പറയുക. യെസ്, നേരത്തേക്കാളും 1-2 സെന്റൻസ് കൂടുതലുണ്ട്. യെസ്, ഓക്കെ, സെറ്റ് ചെയ്തു. അപ്പൊ ഹസീന ആദ്യം പറഞ്ഞത് വിട്ടോ, കുട്ടി ഇത് ചെയ്യും. യെസ്, കഴിയുമ്പോ പറഞ്ഞാൽ മതി. കഴിഞ്ഞത്. Sir, last Sunday I went for a birthday function. കഴിഞ്ഞോ? ഉള്ളു നിന്നോ? ഇല്ല സാർ, ഫസ്റ്റ് സെന്റൻസ്. ഓക്കെ, ഞാൻ ഉള്ളു നിർത്തോ? അതിന്റെ മുമ്പ് ഒരുമിച്ച് പറയാം. 3 കൂടി ഉള്ളു അതിന്റെ എഴുതി നിർത്തോ? ഉള്ള എഴുതിക്കോട്ടെ. അതിന്റെ മുമ്പ് ഒരുമിച്ച് 3 കൂടി ഒരുമിച്ച് പറയാം.
അഞ്ജുവിന്റെ കഴിഞ്ഞു. ശുഭയുടെ കഴിഞ്ഞോ? ഇല്ല സാർ. വേഗം ഫിനിഷ് ആക്കി. ഒരു 2 മിനിറ്റ് തരാം. ഹസീന ഫിനിഷ് ആക്കി. യെസ്. അപ്പൊ നമുക്ക് പയ്യെ തുടങ്ങാം. അത് കഴിഞ്ഞതിന് ശേഷം ഫിനിഷ് ചെയ്യാത്തവരെ അതിനൊപ്പം ഫിനിഷ് ചെയ്യുക. ഹസീന ആദ്യത്തെ സെന്റൻസ് വായിച്ചു. ഞാൻ വായിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. Last Sunday, I went for a birthday function. ഓക്കെ, സംഗതി കറക്റ്റാണ്. ആ വെന്റ് ഫോർമുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റിയിട്ട് വേറെ വാക്കുകൾ അവിടെ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ വേറെ ഒരു സാധ്യത കൂടി പറയുന്നു. ചിലപ്പോൾ അടുത്തറിയിക്കുന്ന വേറെ മോഡലായിരിക്കാം. ലാസ്റ്റ് സൺഡേ ഐ അറ്റൻഡഡ് അറ്റൻഡഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ. അറ്റൻഡഡ് എന്നുള്ളതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പാർട്ടിസിപ്പേറ്റഡ്. ലാസ്റ്റ് സൺഡേ ഐ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ ബർത്ത്ഡേ ഫംഗ്ഷൻ. അത് ശരിയാണ്. അഞ്ചു അങ്ങനെ എഴുതിയായിരുന്നു അല്ലേ? യെസ്. ഈ രണ്ടാമത്തെ സെന്റൻസ് അഞ്ചു വായിച്ചോ. എന്റെ ഒരു സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയി. ശരിയാവുന്നല്ല. ഇറ്റ് വാസ് ദ ബർത്ത്ഡേ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാറ്റർ. ശരിയാണോന്നല്ല, അതാണ് ശരി. അപ്പൊ അത് എഴുതുന്നത് അങ്ങനെയാണ്. ഇത് ജന്മദിനമായിരുന്നു. അതായത് ആയിരുന്നു എന്നുള്ളൊരു വാസ് അല്ലെങ്കിൽ വേറെ. ഇത് എന്നുള്ളതിന് ഇറ്റ്. അപ്പൊ ഇറ്റ് വാസ് ദ ബർത്ത്ഡേ. ഇറ്റ് വാസ് ദ ബർത്ത്ഡേ. ഇത് ജന്മദിനമായിരുന്നു. ആരുടെ? എന്റെ സുഹൃത്തിന്റെ മകളുടെ. മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോസ്ട്രോഫീസ് ഉണ്ട്. സുഹൃത്തിന്റെ ഫ്രണ്ട്സ് ഡോട്ടർ, മകൾ. ഇറ്റ് വാസ് ദ ബർത്ത്ഡേ ഓഫ് മൈ ഫ്രണ്ട്സ് ഡോട്ടർ. ശുഭ, ഏതാണ്ട് 100 പേര് ഫംഗ്ഷനിൽ പങ്കെടുത്തു. പറ. Approximately 100 people are attend the function. 6 കളയാം. 6 ആണെങ്കിൽ പിന്നെ അറ്റൻഡിങ് എന്ന് വേണം. യെസ്. അപ്പൊ ഇവിടെ നോക്കാം. അപ്രോക്സിമേറ്റ്ലി 100 persons attended attended in the function. Attended the function. ഈ അപ്രോക്സിമേറ്റ്ലി എന്നുള്ളതിന് പകരം വേറെ വാക്കുണ്ട്. എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതാണ്ട് എന്നർത്ഥമാണ്. എബൌട്ട് 100 persons participated the function. Yes. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മൾ 100 ചെയ്യുമ്പോൾ ഓഫ് വേണോ സാർ? അപ്രോക്സിമേറ്റ്ലി 100 ഓഫ് പീപ്പിൾ അറ്റൻഡ് ദ പാർട്ടി. 100 ഓഫ് ഉണ്ട്. എബൌട്ട് 100, അപ്രോക്സിമേറ്റ്ലി 100. അബൌട്ട് അല്ല സാർ,
അപ്രോക്സിമേറ്റ്ലി 100 ഓഫും കൂടെ എഴുതിയ കുഴപ്പമുണ്ട്. OF 100 ഓഫ് 100 people. എന്തായാലും ചെയ്യണം വായിച്ച്. ഞാൻ എഴുതിയത് അപ്രോക്സിമേറ്റ്ലി 100 ഓഫ് പീപ്പിൾ അറ്റൻഡ് ക്ലാസ്. ഓഫ് വേണ്ട, വേണ്ടല്ലേ? 100 വേണ്ട വേണ്ട. അപ്രോക്സിമേറ്റ്ലി 100 പീപ്പിൾ. യെസ്. ഹസീന, അടുത്തത്. എന്നോട് ഒരു പാട്ട് പാടുവാൻ പറഞ്ഞു. They asked me to sing a song. ഇത് വളരെ തന്ത്രപൂർവം ഹസീന ഒരു പറഞ്ഞാണ്. ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ് ഹസീന. അപ്പോ ഇതിന്റെ അകത്ത് എന്ത് പറ്റി? അവർ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു. They asked me, എന്താ വായിച്ച ഹസീന? They asked me to sing a song. They asked me. Yes, കറക്റ്റ് ആണത്. ഞാൻ ഈ മനഃപൂർവ്വമാണ് ഈ സെന്റൻസിൽ അവർ എന്ന് ചേർക്കേണ്ടത്. അതില്ല. ഏതില്ല? അവർ പാട്ട് പാടാൻ പറഞ്ഞു എന്നില്ല. അവറില്ല. അവറില്ല എന്ന് പറഞ്ഞേ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു. ഫസ്റ്റിനെ എഴുതിയത് കറക്റ്റ് ആണ്, സമ്മതിച്ചു കേട്ടോ. അവറില്ല, ദേ എന്നുള്ള വാക്ക് ഒഴിവാക്കിയിട്ടൊന്ന് പറഞ്ഞേ. ദേ വേണ്ട. അറിയില്ല സർ. യെസ്, അവിടെ നിൽക്കട്ടെ. അഞ്ചു എന്ത് കേൾക്കണേ? എന്നോട് ഞാൻ they asked me to sing a song. ഓക്കെ, കറക്റ്റ് ആണ്. അത് തന്നെയാണ് ഹസീന. ഞാൻ ദേ കളഞ്ഞിട്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ അവർ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു എന്ന് എഴുതി കഴിഞ്ഞാല് ഇത് കറക്റ്റ് ആണ് രണ്ടുപേരുടെ. അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം അവർന്നുള്ള വാക്കനത് വെക്കേണ്ടത്. ശുഭ എന്ത് ചെയ്യണേ? ഞാനും അത് തന്നെയാ സാർ എഴുതിയത്. They asked me to sing a song. സംഗതി കറക്റ്റ് ആണ്. ആ ദേ കളഞ്ഞിട്ടൊന്നും പറഞ്ഞു. Asked me to sing a song. അത് അങ്ങനെ ആരംഭിക്കും. അങ്ങനെ ആരംഭിക്കും. അങ്ങനെ പറയൂ. സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് ആ ഒരു ക്രമം വേണ്ട ഇംഗ്ലീഷിന്. ആ ഒരു ഞാൻ മലപ്പുറം ആരെയും ചെയ്യാൻ പോകുന്ന മലപ്പുറം അവിടെ വരുന്നത് പാസീവ് വോയിസ് വരും. മനസ്സിലായില്ലേ? പാസീവ് വോയിസ് അവിടെ ഞാൻ പറഞ്ഞു എന്നല്ല, എന്നോട് പറഞ്ഞു. അപ്പൊ ഐ ടോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നയിക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, എന്നോടാണ് പറഞ്ഞത്. അപ്പൊ ഐ വാസ് ടോൾഡ്. കറക്റ്റ് അതാണ്. ഐ വാസ് ടോൾഡ്, എന്നോട് പറയപ്പെട്ടു ടു സിംഗ് എ സോങ്. കറക്റ്റ് അതാണ്. ആ പാസീവ് വോയിസ് ആരും ഉപയോഗിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് മനഃപൂർവ്വം പറയേണ്ടത്. അതൊക്കെ നമുക്ക് എടുത്തതാണ്. ഐ വാസ് ടോൾഡ്, അതാണ് കറക്റ്റ്. ഐ ടോൾഡ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. ഞാൻ പറഞ്ഞു എന്നായിപ്പോവും. ഞാൻ പറഞ്ഞിട്ടില്ല, എന്നോടാണ് പറഞ്ഞത്. യെസ്. അപ്പൊ ഐ വാസ് ടോൾഡ് ടു സിംഗ് എ സോങ്. ഓക്കെ. അഞ്ചു, അടുത്തത്. ആദ്യം ഞാൻ പാടാൻ റെഡി ആയിരുന്നില്ല. ഫസ്റ്റ് ഐ ഡിഡ്ന്റ് റെഡി. ആയിരുന്നില്ല. ഓ, ഫസ്റ്റ് ഐ ഡിഡ്ന്റ് അല്ല, ഡിഡ്ന്റ് ഞാൻ പാടിയിട്ടില്ല എന്നായി പോലെ. റെഡി ആയിരുന്നില്ല. ആദ്യം ഞാൻ പാടാൻ റെഡി ആയിരുന്നില്ല. വാസ് അല്ലെങ്കിൽ വേറെ വെച്ച് ശരിയായിട്ട് വെച്ച് ഐ വാസന്റ് റെഡി ഫോർ ഇറ്റ് വരും. യെസ്, വെരി ഗുഡ്. വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്. ഫസ്റ്റ് ഐ വാസ് നോട്ട് റെഡി ടു സിംഗ്. ഞാൻ വിചാരിച്ചിട്ടില്ല സിംഗ് ചെയ്യാന്ന് വെച്ചൊരു പ്രവൃത്തി ചെയ്യണല്ലേ, അതുകൊണ്ടാണ് ഐ ഡിഡ് നോട്ട് സിംഗ് ഞാൻ പാടിയില്ല എന്നാണ്. ഓക്കെ ഓക്കെ, അതെനിക്ക് അറിയത്തില്ല. ഐ ഡിഡ് നോട്ട് സിംഗ് സെന്റൻസ് തെറ്റൊന്നുമില്ല, പക്ഷെ ഞാൻ പാടിയില്ല എന്നാണ്. അങ്ങനെയല്ല നമ്മൾ എഴുതിയത്. ഞാൻ പാടാൻ റെഡി ആയിരുന്നില്ല. നമ്മളിപ്പോ സെന്റൻസ് എഴുതുമ്പോൾ അങ്ങനെ വരുമല്ലോ. യെസ്, ഐ വാസ് നോട്ട് റെഡി ടു സിംഗ്. യെസ്, അതാണ് കറക്റ്റ് കേട്ടോ.
ഐ വാസ് നോട്ട് റെഡി ടു സിംഗ്. അടുത്തത് ശുഭ. അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. They compelled to me sing a song. യെസ്, ഇത് ശ്രദ്ധിച്ചാണ്. അവർ നിർബന്ധിച്ചപ്പോൾ, അപ്പൊ നിർബന്ധിച്ച് കഴിഞ്ഞില്ലേ? നിർബന്ധിക്കുമ്പോൾ എന്നല്ല, ശ്രദ്ധിക്കുക, നിർബന്ധിക്കുമ്പോൾ എന്നാണെങ്കിൽ വരാൻ പോകുന്നുള്ളൂ. നിർബന്ധിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിർബന്ധിച്ചു കഴിഞ്ഞു പോയ സംഭവമാണ്, അപ്പൊ പാസ്റ്റിൽ വരും. യെസ്, ഇനി ഇവിടെ നോക്കാം. ആ ഇൾ എന്നൊരു വാക്ക് കൊണ്ടാണ് നിർബന്ധിച്ചപ്പോൾ. ഇൾ എന്നൊക്കെ എവിടേക്ക് വരുന്നുണ്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ട് വെൻ എന്ന് ചേർത്തിരിക്കുന്നു. വെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എന്നാണ് അർത്ഥം. പക്ഷെ ഇൾ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം? വെൻ ചേർത്തിരിക്കുന്നു. അവർ നിർബന്ധിച്ചപ്പോൾ, അത് ആദ്യം പറയാം. വെൻ ദേ കമ്പൽഡ്, COMPELLED, കമ്പൽ, പാസ്റ്റ് ടെൻസ് വേണം. അവർ നിർബന്ധിച്ചപ്പോൾ. ഈ കമ്പൽഡ് എന്ന് പറയുന്ന വേർഡിന് പകരം വേണമെങ്കിൽ വേറെ വാക്ക് ഉപയോഗിക്കാം. വെൻ ദേ ഫോഴ്സ്ഡ്, FORCED, അവർ നിർബന്ധിച്ചപ്പോൾ. ഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാലും കമ്പൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ആണ്. അപ്പൊ അത്രയും വരെ അവർ നിർബന്ധിച്ചപ്പോൾ. ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. അപ്പൊ ആദ്യം ഞാൻ സമ്മതിച്ചു, സബ്ജക്റ്റ് വെർബ്. ഞാൻ എന്നുള്ള എന്താണ്? ഐ. സമ്മതിച്ചു എന്നുള്ളൊരു എഗ്രീഡ്. എന്ത് സമ്മതിച്ചു? അത് മൂന്നാമതാ വരേണ്ടത്. ടു സിംഗ്, പാടുവാൻ. എൻ എന്ന സ്ഥലത്തൊക്കെ ടു ചേർത്താൽ മതി. ടു ജമ്പ്, ചാടുവാൻ. ടു റീഡ്, വായിക്കുവാൻ. ടു ലുക്ക്, നോക്കുവാൻ. ടു ക്ലീൻ, വൃത്തിയാക്കുവാൻ. വൺ എന്ന സ്ഥലത്തൊക്കെ ടു ചേർത്താൽ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ആൻസർ എങ്ങനെ പറയാം? വെൻ ദേ കമ്പൽഡ്, അവർ നിർബന്ധിച്ചപ്പോൾ. ഐ എഗ്രീഡ് ടു സിംഗ്, പാടാമെന്ന് ഞാൻ സമ്മതിച്ചു. യെസ്, ഹസീന. യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ പാടി. I would sing the song of Yeshudas, sir. ഐ സിംഗ് സോങ് ഓഫ് യേശുദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യേശുദാസിന്റെ പാട്ട് പാടി നേക്കും. ഞാൻ മനഃപൂർവ്വം യേശുദാസ് പാടിയതായ പാട്ട് പാടി. ഓക്കെ, അഞ്ചു song sung by Yeshudas. ഐ സിംഗ് എ സോങ് അല്ലേ? sang a song sung by Yeshudas എന്ന് എഴുതി വെച്ചു. ശുഭ എന്താ ചെയ്യുന്നത്? One of the Yeshudas song I sing. ക്ലിയർ ആയല്ലേ? പറഞ്ഞേ. One of the Yeshudas song I sing. ഐ സ്പീക്ക് സംസാരിക്കാവുന്നതാണ്. സിംഗോ Sing എന്നാണ്. നോക്കാം. അപ്പൊ യേശുദാസിന്റെ ഒരു പാട്ട് നേപ്പി. യെസ് അഞ്ജു, യു ആർ റൈറ്റ്, വെരി ഗുഡ്. നോക്കിയേ, ഇവിടെ നോക്കിയേ. യേശുദാസ് പാടിയ ഒരു പാട്ട് എപ്പോഴും ഓർത്തിരിക്കുക. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ഒരു ക്രമത്തിലെ ഇംഗ്ലീഷ് പോകുള്ളൂ. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. സബ്ജക്റ്റിന് പ്രവൃത്തി ചെയ്യുന്ന ആള്, വെർബ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്ത പ്രവൃത്തി, ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്ത്, മാനർ എന്ന് പറഞ്ഞാൽ എങ്ങനെ, പി എന്ന് പറഞ്ഞാൽ എവിടെ, ടി എന്ന് പറഞ്ഞാൽ എപ്പോൾ. ഈ ക്രമത്തിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിലായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ. ഞാൻ ഇന്നലെ പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ടടിച്ചു കൊന്നു. അത് നമ്മളെന്ത്, ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ ഞാൻ വടി കൊണ്ടടിച്ചു കൊന്നു. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു ഐ സബ്ജക്റ്റ്. ഞാൻ ചെയ്ത പ്രവൃത്തി കിൽഡ്, കൊന്നു. ഈ പറയുക ഓബ്ജക്റ്റ്, എന്തിനെ കൊന്നു? എ സ്നേക്ക്. അടുത്തത് മാനർ, എങ്ങനെ കൊന്നു? വടി കൊണ്ടടിച്ച്, ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. പിന്നെ പി പ്ലേസ്, എവിടെ വെച്ച് കൊന്നു? അറ്റ് പറവൂർ. പിന്നെ ടി ടൈം, എപ്പോൾ കൊന്നു? യെസ്റ്റർഡേ മോർണിംഗ് അറ്റ് 10 AM. എന്താ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ക്രമത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷ് ആയി. അങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെ നമുക്കൊരു പാട്ട് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ പാടി.
അപ്പൊ ഞാൻ പാടി എന്ന് ആദ്യം പറയാം. ഞാൻ പാടി. ഐ സാങ്. സിംഗിന്റെ പാസൻസ് ഐ സാങ്. ഞാൻ എന്താ പാടിയത്? മൂന്നാമത് പറയാം. എ സോങ്. കണ്ട, ഐ സാങ് എ സോങ്. കറക്റ്റ്. ഞാനൊരു പാട്ട് പാടി. ഇത് എങ്ങനെയുള്ള പാട്ടാണെന്ന് പിന്നീട് പറഞ്ഞത്. സങ് ബൈ യേശുദാസ്. യേശുദാസ് പാടിയതായ സങ്. സങ് എന്ന് പറഞ്ഞാല് സിംഗ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് സങ്. യേശുദാസ് പാടിയതായ. യെസ്. അടുത്ത വരിയാണ്. എല്ലാവരും കൈയടിച്ചു. അഞ്ചു. ഓൾ വെയർ ക്ലാപ്ഡ് എന്നാണ് എഴുതിയത് സാർ. കറക്റ്റ്. ഓൾ വെയർ ക്ലാപ്ഡ്. വേറെന്ന് പറയുമ്പോ പാസീവ് വോയിസോട്ട് വന്നു. അവരടിച്ചു. അവരേതടിച്ചു? ആളാ ക്ലാപ്ഡ് അല്ല. ആറ് കളഞ്ഞോ? ആറ് കളഞ്ഞിട്ട് പറഞ്ഞ ആറെന്നുള്ളത് കളയി. അതില്ലാന്ന് വിചാരിക്കും. ആ വീടില്ല പറഞ്ഞ ആൾ ക്ലാപ്ഡ്. എല്ലാവരും. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നും കൂടി പറയാം. എല്ലാവരും. എവരിബഡി. വേറെ വേർഡ് ചെയ്യാൻ പറ്റും. എവരിബഡി ക്ലാപ്പ്. എല്ലാവരും എന്ത് ചെയ്തു? കൈയടിച്ചു. അല്ലെങ്കിൽ ഓൾ ക്ലാപ്ഡ്. അപ്പൊ ഓൾ ക്ലാപ്ഡ് എന്ന് പറയുന്നത് ഓൾ ദ പേഴ്സൺ. അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കുകൂടി ചേർക്കാം. യെസ്. എല്ലാവരും കൈയടിച്ചു. ശുഭ. എനിക്കും വളരെ സന്തോഷമായി. ഐ ആം ഓൾസോ വെരി ഹാപ്പി. എനിക്ക് ഐ ആം ഓൾസോ അതാണ്. ശരിയാണ്. ഐ ആം ഓൾസോ വെരി ഹാപ്പി. യെസ്. അപ്പോൾ അല്ലേ സന്തോഷമായി. ഇത് കൈയടിച്ച സമയത്തിൽ സന്തോഷമായിട്ടില്ല. അപ്പൊ ആ സമയത്ത് സന്തോഷമായി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കഴിഞ്ഞു പോയ സംഭവമാണ്. അപ്പൊ ആം അല്ല ഇവിടെ വേണ്ട. ഐ വാസ് വെരി ഹാപ്പി. ഐ വാസ് ആയിരുന്നു. ആ സമയത്ത് കഴിഞ്ഞു പോയ സംഭവം അല്ലേ. അപ്പൊ ആം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആയിരുന്നായിരിക്കും. ഇപ്പോഴല്ല എനിക്ക് സന്തോഷമായത്, ആ സമയത്താണ്. ഐ വാസ് വെരി ഹാപ്പി. എനിക്ക് വളരെ എന്തായി? സന്തോഷമായി. ഹസീന. ഞാൻ ഒരു സംഗീത സ്കൂളിൽ ചേരാൻ തീരുമാനിച്ചു. So that I will ready to go for a music school. ഇങ്ങനെ സിമ്പിളായിട്ട് പറയാം. ഇത് നോക്കാം. ഞാൻ തീരുമാനിച്ചു. അതാദ്യം പറഞ്ഞു. I am ready. നമുക്ക് തീരുമാനം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ തീരുമാനിച്ചു. ഡിസൈഡഡ്. അല്ല, ഇങ്ങനെ പറയാം. ഐ ഡിസൈഡഡ്. ഞാൻ തീരുമാനിച്ചു. അത്രയും മതി. എന്ത് തീരുമാനിച്ചു? ചേരുവാൻ. ചേരുവാനുള്ള വാൻ വരുമ്പോൾ ടൂ കിടക്കണമെന്ന് നേരത്തെ പറഞ്ഞു. ചേരുക എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ജോയിൻ. ഐ ഡിസൈഡഡ് ടു ജോയിൻ. ഞാൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. പുറത്തായില്ലേ? എവിടെ? അത് അടുത്ത് പറയുന്നത് ഇൻ ദി മ്യൂസിക് സ്കൂൾ. അപ്പൊ അതാണ് കറക്റ്റ്. ഐ ഡിസൈഡഡ് ടു ജോയിൻ ഇൻ എ മ്യൂസിക് സ്കൂൾ. ഓക്കെ, അത് ശരിയായി. അഞ്ജു, നിങ്ങൾക്ക് ഏതെങ്കിലും സംഗീത സ്കൂളിനെ കുറിച്ച് അറിയാമോ? Do you know any musical school? Yes, കറക്റ്റ് ആണ്. ഡു യു നോ. അതാദ്യം നിങ്ങൾക്കറിയാമോ? ഡു യു നോ. KNOW. ഡു യു നോ. നിങ്ങൾക്കറിയാമോ? പിന്നെ ചോദിക്കുക എന്തറിയാമോ? അബൌട്ട് എനി മ്യൂസിക് സ്കൂൾ. ഏതെങ്കിലും ഒരു മ്യൂസിക് സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? യെസ്. ശുഭ, നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ എന്നോട് പറയുക. Your answer is yes. Please tell me. ഒന്നുകൂടി പറഞ്ഞേ. Your answer is yes. Please tell me. ഞാൻ നേരത്തെ അവർ നിർബന്ധിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോ ഒരു വേർഡ് അവിടെ ചേർക്കണമെന്ന് പോലെ വരുമ്പോൾ
എന്താണ് ചേർക്കാൻ പറഞ്ഞത്? പെന്നല്ലേ? ഓർമ്മയില്ലേ ശുഭ? ആ പിന്നെ ഓക്കെ ഓക്കെ. അതുപോലെ ഇതിൻ്റെ അകത്ത് വന്നു കിടക്കുന്ന നോക്കി, നിങ്ങളുടെ ഉത്തരം യേസ് എന്നാണെങ്കിൽ ഗിൽ എന്ന് വരില്ല. പോണെങ്കിൽ, എടുത്തെങ്കിൽ, പഠിച്ചെങ്കിൽ, ആ ഗിൽ എന്ന് പറയുന്ന സ്ഥലത്തിന് മുഴുവനും ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇഫ് എന്ന് പറയുന്ന പേര് ചേർക്കണം. ആദ്യം എന്ത് ചേർക്കണം? ഇഫ് ചേർക്കണം. എൽ വരുമ്പോ വെന്നാണ്, ഇൽ വരുമ്പോ ഇഫ് വരും. അപ്പൊ ശുഭ പറഞ്ഞ ഇത്രയും കറക്റ്റ് ആണ്. അതിന് തൊട്ടു മുന്നിൽ എന്തുകൂടി ചേർക്കണം? ഒരു ഇഫ് കൂടി ചേർക്കണം. എന്നിട്ട് പറഞ്ഞേ. ഇഫ് യുവർ ആൻസർ ഈസ് യെസ് പ്ലീസ് ടെൽ മീ. അപ്പൊ പറയുമ്പോ തന്നെ ഇത് ഭംഗിയായില്ലേ? ഇഫ് യുവർ ആൻസർ ഈസ് യെസ് പ്ലീസ് ടെൽ മീ. ആണോ? നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ, യെസ് എന്നാണെങ്കിൽ എന്നോട് പറയുക. അപ്പോ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് വന്നു. നിങ്ങൾക്ക് പാകം ചെയ്യുന്ന ഭക്ഷണം നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറയാം, ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോളൂ. ഇഫ് യു ലൈക്ക് ഇറ്റ് ടേക്ക് സം. കണ്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ചെടുത്തോളൂ. ഇഫ് യു ലൈക്ക് ഇറ്റ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ചെടുത്തോളൂ. മക്കളുമായിട്ട് പുറത്തേക്ക് പോയി ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഏതെങ്കിലും ഒരു ടോയിനെ മക്കൾ നോക്കുന്ന കണ്ടു. അപ്പൊ എന്താ പറയാ? ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോളൂ. ഇഫ് യു ലൈക്ക് ഇറ്റ് ടേക്ക് ഇറ്റ്. യെസ്. പിന്നെ മകളോട് കുസൃതി കാണിച്ചു. അപ്പൊ അവളോട് പറയും, നീ എന്നെ അനുസരിക്കുകയാണെങ്കിൽ, ഇല്ലേ, ഇഫ് യു ഒബേ മീ, ഇഫ് യു ഒബേ മീ ഐ വിൽ ഗിവ് യു എ പ്രസന്റ്. ഞാൻ നിനക്കൊരു സമ്മാനം തരാം. അപ്പൊ ഇൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്ത് കയറി വരും? ഇഫ് കയറി വരും. അപ്പൊ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ ഇഫും എന്നും എന്നൊക്കെ ഒന്ന് പരിശീലിച്ച് നോക്കാം. പരിശീലിച്ച് നോക്കുമ്പോ ശരിയാവും. അപ്പൊ ശുഭ ചെറിയൊരു ആത്മവിശ്വാസമൊക്കെ ഒന്നില്ലേ? സാറുണ്ടല്ലോ, തോന്നുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഈ ഡിസംബർ 5-ാം തീയതി സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് അവര്, ഞാൻ പറഞ്ഞില്ലേ PTA മീറ്റിങ്ങില് പിള്ളേര് അങ്ങനെ വേണോന്ന് പേരൻസ് പറഞ്ഞിട്ടാ. അപ്പം ഈ ഡിസംബർ 5-ാം തീയതി കഴിഞ്ഞ് അവര് ടീച്ചർമാരുടെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ക്ലാസ് എന്ത് ചെയ്യാം എന്നൊക്കെ ഉള്ളതിനെ പറ്റി. അപ്പൊ എന്നാ ഹൈസ്കൂളിലെ ടീച്ചർമാരൊക്കെയാ, വലിയ ടീച്ചർമാര്. അപ്പൊ എന്നോട് പറഞ്ഞു, അവരുടെ ആ ടീച്ചേഴ്സ് മീറ്റിംഗിൽ ചെല്ലണം 5-ാം തീയതി കഴിയുമ്പോ. എന്നിട്ട് നമ്മുടെ ഇത് മോണ്ടിസോറി കോഴ്സ് ആണല്ലോ, അപ്പൊ നിങ്ങൾ ഈ ഗ്രാമർ അല്ലെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നിങ്ങളുടെ മോണ്ടിസോറി മെത്തേഡ് എന്താന്നൊന്ന് ഷെയർ ചെയ്യണോന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പേടിയായി, എന്താ പറയണേ. നമ്മള് അപ്പൊ ഇത്രയും ടീച്ചർമാരല്ലേ, വലിയ ഹൈസ്കൂളിലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർമാരാ. അപ്പൊ അവര് വലിയ എല്ലാം അറിയുന്ന ടീച്ചർമാരല്ല. അവരോട് ഞാൻ പോയി എന്താ പറയുന്നേ? അങ്ങനെ വിചാരിക്കുന്നത് എല്ലാം അറിയാവുന്നവരാണെന്ന്. കാരണം ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കഴിവ് നമുക്ക് അറിയാമല്ലോ. വലിയ ക്ലാസ് അവരെ ഈ പുസ്തകത്തിലെ പഠിപ്പ് മാത്രമേ ഉള്ളൂ. അതൊക്കെ പറയാൻ പറ്റില്ല. എല്ലാവരും എന്നാലും മിക്കവരും, കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികളാവാൻ വേണ്ടില്ല, അവർക്ക് ഒരുപാട് വീട്ടിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പണിയില്ല. പക്ഷെ എന്റെ ഭാര്യയാണ് പഠിപ്പിച്ചതിന് വീട്ടിൽ ചെല്ലുന്നതിന് വീണ്ടും വീട്ടിൽ പണിയുണ്ട് അല്ലേ? അവർക്ക് മക്കളുടെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, എന്റെ കാര്യം നോക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പൊ അവർക്ക് ഇത് വേണ്ടിട്ട് മെനക്കെടാനുള്ള സമയം കിട്ടൂല. അതാണ് എന്റെ വിട്ട്. അപ്പൊ ദർശനിക്കണ്ട ശുഭ. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാം തികഞ്ഞവരായിരിക്കുമല്ലോ ടീച്ചേഴ്സ് എല്ലാം. അതുകൊണ്ട് ശുഭ പഠിക്കണം. പിന്നെ ചിലവര് കുറച്ച് റാഗിങ് മെന്റാലിറ്റി ഉള്ള ടീച്ചേഴ്സും കാണും, അത് മൈൻഡ് ചെയ്യണ്ടേ. അപ്പൊ ഞാനുണ്ടല്ലോ, ഞാനത് ചോദിക്കുന്നത്, നമ്മൾ എന്താ അപ്പൊ അവരോട് പറയുന്നേ? നിങ്ങളുടെ മെത്തേഡ് എന്താ, നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ എന്തെന്നാ പറയുന്നേ? അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്ത്, അപ്പൊ ഭർത്താവിനും കൂട്ടിയിട്ട് തൊട്ടടുത്ത ഇംഗ്ലീഷ് ബുക്ക് സ്റ്റാൾ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലാം. അവിടെ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് ഉദ്ദേശിക്കുന്ന ചെറിയ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാന്നുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ട് അതിന്റെ ബുക്കുകൾ കിട്ടും, അതൊക്കെ ഒന്ന് വായിച്ചിട്ട് നോക്കാം. പിന്നെ ആ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കഴിഞ്ഞാലുണ്ടല്ലോ, ഈ വിദേശികളായിട്ടുള്ള കുട്ടികളുടെ നേഴ്സിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരുപാട് ടെക്നിക്സ് കാണാൻ പറ്റും. അക്ഷരങ്ങൾ മലയാളം അല്ല, മലയാളി നോക്കണം, വിദേശത്ത് നോക്കിയാൽ മതി. നല്ല രസകരമാണ്. ഞാൻ ആ കിടക്കിടക്ക് ഇത് വെറുതെ നോക്കാറുണ്ട്. അപ്പൊ ഓരോ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്, പിന്നെ സംസാരിപ്പിക്കാൻ ഇതൊക്കെ ഓരോന്നും
കറക്റ്റ് ആയിട്ട് ടെക്നിക്സ് ആയിട്ട് ഇത് കാണാം. അപ്പൊ അതിൽ നിന്നുള്ള വാക്കുകളൊക്കെ എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് ആ സാധനം വെച്ചിട്ട് അങ്ങനെ ഒരു കാഴ്ചകൾ കാഴ്ച അതുകൊണ്ട് പറയും. അത് നോക്കിക്കോ 2 ദിവസങ്ങളിൽ കറക്റ്റ് അത് നോക്കിയാൽ നഴ്സറി സ്കൂൾ ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്ത് ടെക്സ്റ്റാ വാങ്ങിക്കുന്ന സാറിന് അറിയോ? എന്തെങ്കിലും പേരാണ്? അത് സ്പോക്കൺ ഇംഗ്ലീഷ് നോക്കിയാൽ മതി. സ്പോക്കൺ ഇംഗ്ലീഷ് എന്റെ മോളുടെ ക്ലാസ്സില ഫസ്റ്റ് സെക്ഷൻ ഉണ്ടല്ലോ, അത് നൗൺസിലാണ് തുടങ്ങുന്നത്. അവര് ഗ്രാമർ തുടങ്ങുന്നത് നൗൺസിന്റെ ചാപ്റ്ററിനാണ് തുടങ്ങുന്നത്. പിന്നെ പ്രോനൗൺസ് ആവും, പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, അങ്ങനെയാണ് പോകുന്നത്. ഞാൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ശുഭയ്ക്ക് ഇത്തിരി ഫോട്ടോ അയച്ചുതരാം. ഞാൻ ടെസ്റ്റുകൾ കളഞ്ഞിട്ടില്ല. ഗ്രാമർ വേറെ കാര്യം അത് തന്നെ ഇപ്പൊ തുടക്കമാണെങ്കിൽ ഇംഗ്ലീഷും മലയാളോടും കൂടിയതുണ്ടാവും. ആ സംഗതികളുണ്ടെങ്കിൽ അത് അപ്പൊ നമുക്കത് പറയാൻ പറ്റും. ഇന്നതാണ് ഇന്നതാണ് ചെറിയ ചെറിയ വാക്കുകൾ, ചെറിയ ചെറിയ വാക്കുകൾ. ഇപ്പൊ നമുക്കിപ്പോൾ ഉദാഹരണം പറയുന്നത് നീങ്ങിയിരിക്കും, വുഡ് യു പ്ലീസ് മൂവ് ആയിട്ട് അല്ല, ആ വുഡ് ചേർത്ത് പറയേണ്ടത് അത് സ്പോക്കൺ ഇംഗ്ലീഷ് ആണ്. വുഡ് യു പ്ലീസ് മൂവ് ആയിട്ട്, യു ഡോണ്ട് മൈൻഡ് പ്ലീസ് മൂവ്, വിനോദമില്ലെങ്കിൽ ഒന്ന് ഇരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളില്ല. അങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ, കാരണം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ വാക്കുകൾ വരുന്ന ബുക്ക് ബുക്ക് സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അത് നോക്കിയിട്ട് അതൊക്കെ പഠിക്കാം. അത് കൊണ്ടുപോകേണ്ട, അത് വെച്ചിട്ട് റെഡി ആക്കി വെക്കും. ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ സ്കൂളില്ലേ, ഇത് ഇങ്ങനെ 1 തൊട്ട് +2 വരെ അങ്ങനെയുള്ള സ്കൂളാ. അപ്പൊ ഈ സാറ് ഞങ്ങള് തൊടുപുഴ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താ. പ്രോപ്പർ തൊടുപുഴ ടൗണില് ഒരു മോണ്ടിസോറി സ്കൂളുണ്ട്, ശരിക്കും മോണ്ടിസോറി സ്കൂള്. അപ്പം ഈ സാറ് അവിടെ പോകാനിരിക്കുവോ ഈ അടുത്ത ദിവസം കണ്ട്. എന്നിട്ട് അവിടെ പോയി ഇതുവരെ കണ്ടിട്ടില്ല സാറ്, ഈ HM. അപ്പൊ അത് കണ്ടിട്ട് ഒരു മോണ്ടിസോറി സ്കൂൾ പ്ലേ ക്ലാസ് അങ്ങനെ തന്നെ തുടങ്ങാൻ സാറിനൊരു ഉദ്ദേശമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ അബദ്ധത്തിൽ അവിടെ ചെന്ന് വിടുന്നത്. എല്ലാം ശുഭയുടെ നല്ല നിമിത്തമായിക്കോളൂ അല്ലേ? ധൈര്യമായിട്ട് വയ്ക്കൂ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ഓക്കെ, അത് ഒരു കോണ്ടാക്ട് ചെയ്താൽ മതി, അത് കുഴപ്പമില്ല. നമുക്ക് അതിന്റെ സംശയങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ സാറിന് ഇതിനെപ്പറ്റി, മോണ്ടിസോറിയെ പറ്റി കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ. അപ്പൊ സാറ് മോണ്ടിസോറി പഠിച്ച ഒരാളെ കണ്ടപ്പോഴത്തേക്ക് എന്നോട് തന്നെ 1000 കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഒന്നും അറിയാൻ പാടില്ലാതെ പറയുന്നത് ഓക്കെ ശരിയാണ്, ഇത് ഇങ്ങനെയാണ് ടെക്നിക്ക്. അപ്പൊ ശുഭനെ കുറിച്ച് പുള്ളിക്കൊരു ആത്മവിശ്വാസം വരും. സാധനങ്ങൾ ഉണ്ടാക്കാമോ എന്നൊക്കെ ചോദിച്ചു. കാർഡ് ബോർഡ് വെച്ച് അങ്ങനെ ഉണ്ടാക്കാമോ, ഇങ്ങനെ ഉണ്ടാക്കാമോ എന്നൊക്കെ, അങ്ങനെ ഒക്കെ. സാറ് അപ്പൊ മോണ്ടിസോറി ഞാൻ പറഞ്ഞിരിക്കൂലേ, അതിനകത്ത് ഈ സാധനങ്ങൾ മുഴുവനുണ്ട്. എങ്ങനെയാണ് ഒരു അക്ഷരങ്ങൾ പഠിപ്പിക്കുക? SIN, സിൻ, 3 പേരുടെ പേര് SIN വെച്ചിട്ട് 3 പേര്, അപ്പൊ സിന്നായി. അതിന്റെ അതിൽ നിന്ന് ഒരു അക്ഷരം മാറിയിട്ട് പകരം വേറെ അക്ഷരം വരുന്നു. എസും ഐയും എന്നിട്ട് ചിലപ്പോ SING, അപ്പൊ സിൻ. അങ്ങനെ ഗെയിമിലൂടെ നോക്കിയാൽ മതി. എന്തോരം വെറൈറ്റി ടെക്നിക്സ് ആണ്. ഇപ്പൊ ഈ സാധനം നോക്കിയാലും ലാവിഷായിട്ട് കിട്ടില്ലേ? അപ്പൊ ഈ അടുത്ത വീഡിയോ ക്ലാസ് ഉണ്ട്. എല്ലാവിധ ആശംസകളും. ധൈര്യമായിട്ട് പോവുക. ഇഫ് യു ഹാവ് എനി പ്രോബ്ലം അത് നമുക്ക് പരിഹരിക്കാം അല്ലേ ശുഭ? അഞ്ജു സപ്പോർട്ട് ഉണ്ട്.